ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഒട്ടനേകം സിനിമകളുടെ അപ്ഡേറ്റുകളാണല്ലോ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തന്നെ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയത്. അതിൽ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഗോകുലം ഗോപാലന്റെ 3 സിനിമകളിൽ താൻ അഭിനയിക്കുന്നുവെന്ന് സുരേഷ് ഗോപി ഒരു ചാനൽ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴത്തെ 3 സിനിമകളിൽ ഒരു സിനിമ വലിയ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന സിനിമയാണ് എന്നും സിനിമയുടെ ബഡ്ജറ്റും അതോടൊപ്പം തന്നെ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. ശ്രീ പത്മനാഭ സ്വാമിക്ക് ട്രിബ്യൂട്ട് നൽകിക്കൊണ്ടുള്ള സിനിമയായിരിക്കും ഗോകുലം മൂവീസിന്റെ ചെലവേറിയ വമ്പൻ സിനിമ എന്നും ആ ചിത്രത്തിൽ താൻ ആവേശഭരിതനാണ് എന്നാണ് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന സിനിമയ്ക്ക് നിലവിൽ എസ്റ്റിമേറ്റ് ബഡ്ജറ്റ് ആയിട്ട് കണക്കാക്കുന്നത് 70 കോടിയാണെങ്കിലും ചിത്രീകരണം എല്ലാം തന്നെ പൂർത്തിയാകുമ്പോൾ 90-100 കോടിയെല്ലാം തന്നെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് സുരേഷ് ഗോപി ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഒരു വമ്പൻ സിനിമയാണ് വരാനായിട്ടിരിക്കുന്നത് എന്ന സിനിമയുടെ ബഡ്ജറ്റ് കൂടി വെളിപ്പെടുത്തിയതോടെ നിലവിൽ സുരേഷ് ഗോപിയുടെ ഏറ്റവും ചെലവേറിയ സിനിമ ഒറ്റക്കൊമ്പനായിരുന്നെങ്കിൽ ഇനി മുതൽ ആ ഒരു ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന സിനിമയായിരിക്കും ഏറ്റവും ചെലവേറിയ സുരേഷ് ഗോപി സിനിമ എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 100 കോടി ബഡ്ജറ്റിലേക്ക് എത്തുമ്പോൾ സുരേഷ് ഗോപി മലയാളത്തിൽ ലാലേട്ടന് ശേഷം 100 കോടി സിനിമയിൽ അഭിനയിക്കുന്ന മറ്റൊരു മലയാളി താരമായിട്ട് മാറുകയാണ്. ലാലേട്ടന്റെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമയ്ക്ക് 100-150 കോടിയാണ് നിലവിൽ ബഡ്ജറ്റ് കണക്കാക്കുന്നത്. എമ്പുരാൻ കൂടാതെ നിലവിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ തന്നെ റാം എന്ന സിനിമയ്ക്കും ഒപ്പം തന്നെ ഗോകുലം മൂവീസിന്റെ കത്തനാർ എന്ന ജയസൂര്യ നായകനെത്തുന്ന സിനിമയ്ക്കും 100 കോടിയിലേറെ ബഡ്ജറ്റ് ഉണ്ട് എന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ടതാണ്. എന്നാൽ ആ 2 സിനിമകളും 2 ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന സിനിമകളാണ് എന്നതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ ചേർക്കാത്തത് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അപ്പോൾ ലാലേട്ടന് ശേഷം സുരേഷ് ഗോപി സിനിമയ്ക്ക് കൂടി 100 കോടിയിലേറെ ബഡ്ജറ്റ് വരുമ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രി ബഡ്ജറ്റിന്റെ കാര്യത്തിലും വലിയ രീതിയിൽ വളരുന്നുവെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി നാം ഉറ്റുനോക്കുന്നത് സുരേഷ് ഗോപി സിനിമകളിലേക്കാണ്. നേരത്തെ അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ ഗരുഡൻ തിയേറ്ററുകളിൽ വിജയിച്ചെങ്കിലും ഇനിയും ആ സിനിമ അർഹിച്ച ഒരു കളക്ഷൻ, അതായത് 50 കോടിയിലേറെ കളക്ഷൻ എല്ലാം തന്നെ നേടിയിട്ടില്ല എന്നത് പലരെയും അന്ന് തന്നെ നിരാശപ്പെടുത്തിയതാണ്. എന്തായാലും വരാനിരിക്കുന്ന സുരേഷ് ഗോപി സിനിമകളെ മാത്രമല്ല സിനിമകളുടെ ബോക്സ് ഓഫീസ് പ്രകടനങ്ങളും ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾ കേട്ട്.